ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായില്ലേ നമ്മൾ വെർബിൻ്റെ ക്ലാസ് എടുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ വെർബ് എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ 2 വെർബാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഡെയിലി നമ്മൾ ഓരോ വെർബായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 2 വെർബുകളാണ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെർബുകളാണ്. വെർബിൻ്റെ ക്ലാസ് മുടങ്ങാതെ കാണണം കേട്ടോ. അപ്പോൾ മുമ്പത്തെ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വെർബ് എന്ന് പറയുന്നത്, ഈ പൊടി കുഴക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെർബാണ് നീഡ് എന്ന് പറയുന്നത്. നീഡിന്റെ എല്ലാ ഫോമും പറയുകയാണെങ്കിൽ നീഡ്, അതുപോലെ നീഡിന്റെ സിംഗുലർ സബ്ജക്റ്റില് എന്താണ് സിമ്പിൾ പ്രസന്റിൽ വരുന്നത് നീഡ്സ് എന്നാണ്. സാധാരണത്തെ പോലെ തന്നെ കുഴക്കാറുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്, അതായത് പൊടി ദിവസവും രാവിലെ ഞാൻ കുഴക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട്. ഇനി V2 എന്ന് പറയുന്നത് നീഡഡ് ആണ്. സാധാരണ പോലെ ED യൂസ് ചെയ്തിട്ട് നീഡഡ്. അപ്പോൾ ഐ നീഡഡ് ദ ഡോ, ഞാൻ മാവ് കുഴച്ചു എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ V3 എന്ന് പറയുന്നത് ഹാവാസിന്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. കുഴച്ചിട്ടുണ്ട്, ഐ ഹാവ് നീഡഡ്, അവിടെയും നീഡഡ് എന്ന് തന്നെയാണ് കേട്ടോ. ഐ ഹാവ് നീഡഡ്, ഷി ഹാസ് നീഡഡ്, അതുപോലെ തന്നെ ഐ ഹാഡ് നീഡഡ് എന്നൊക്കെ പറയാം. കുഴച്ചിട്ടുണ്ട്, അവൾ പൊടി കുഴച്ചിട്ടുണ്ട്, ഞാൻ പൊടി കുഴച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഈസാറാമിന്റെ കൂടെയാണെങ്കിൽ സാധാരണ പോലെ തന്നെ ഈസ് നീഡിങ്, ഐ ആം നീഡിങ്, ആർ നീഡിങ് എന്ന് പറയാം. അപ്പം ഐ ആം നീഡിങ് ദ ഡോ, ഞാൻ മാവ് കുഴക്കുകയാണ്. നമ്മൾ പൊടി കുഴച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഐ എം നീഡിങ് ദ ഡോ. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നീഡ് എന്നുള്ള വെർബ് യൂസ് ചെയ്യുന്നത്. ഇതിന് എന്താണ് പാസ്റ്റിൽ പറയുകയാണെങ്കിൽ വാസ് നീഡിങ്, വേർ നീഡിങ് എന്ന് തന്നെയാണ്. ഞാൻ പൊടി കുഴക്കുകയായിരുന്നു. ഐ വാസ് നീഡിങ് ദ ഡോ വെൻ യു കെയിം, നീ വന്നപ്പോൾ ഞാൻ പൊടി കുഴച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ സെന്റൻസ് പറയാൻ വേണ്ടിയിട്ട് വെർബ് മസ്റ്റ് ആണല്ലോ. ഇനി നെക്സ്റ്റ് വെർബ് എന്ന് പറയുന്നതാണ് ക്ലൈം. ക്ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം, കയറുക. അതായത് റിസ്ക് എടുത്തിട്ട് നമ്മൾ കയറുമല്ലോ. ഇപ്പൊ മരത്തിന് മുകളിലെ മല കയറുക, അതുപോലെ തന്നെ ഏതെങ്കിലും സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കയറുമല്ലോ. ഇവിടെയാണ് നമ്മൾ ക്ലൈം എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്ലൈമിന്റെ എല്ലാ ഫോമും പറയുകയാണെങ്കിൽ ക്ലൈംസ് അല്ലെ. ക്ലൈം പ്ലൂറലിന്റെ കൂടെ യൂസ് ചെയ്യും, ക്ലൈംസ് എന്നുള്ളത് സിംഗുലറിന്റെ കൂടെ യൂസ് ചെയ്യും. അപ്പൊ ക്ലൈംസ്. ഇനി V2 പറയുകയാണെങ്കിൽ ക്ലൈംഡ് ഇങ്ങനെ വേണം പറയാൻ കേട്ടോ. അടുത്ത B നമ്മൾ ഉച്ചരിക്കാറില്ല. ഇനി V3 എന്ന് പറയുന്നത് ഹാവ് ക്ലൈംഡ്, ഹാസ് ക്ലൈംഡ്, ഹാഡ് ക്ലൈംഡ്. കയറിയിട്ടുണ്ട്, ഞാൻ മല കയറിയിട്ടുണ്ട്, ഞാൻ മുമ്പ് മല കയറിയിട്ടുണ്ടായിരുന്നു, അവൾ മല കയറിയിട്ടുണ്ട്, അവൻ മല കയറിയിട്ടുണ്ട്, ഇതൊക്കെ പറയാം. ഇനി മരം കയറുന്നതിനും നമുക്ക് പറയാം കേട്ടോ, ഞാൻ മരം കയറിയിട്ടുണ്ട്. ക്ലൈംഡ് എ ട്രീ, I have climbed a tree. ഈസാറാമിലോട്ട് വരികയാണെങ്കിൽ ഈസ് ക്ലൈംബിങ്, ആം ക്ലൈംബിങ്, ആർ ക്ലൈംബിങ്, ഞങ്ങൾ മല കയറുകയാണ്, വി ആർ ക്ലൈംബിങ് ദ ട്രീ, ഇങ്ങനെ പറയാം. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് വേഴ്സ് വേറിലോട്ട് വരികയാണെങ്കിലും വാസ് ക്ലൈംബിങ്, വർ ക്ലൈംബിങ്. ഇതെപ്പോഴാണ് യൂസ് ചെയ്യുക, നീ നോക്കിയപ്പോൾ ഞാൻ മരം കയറുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ സ്റ്റെപ്പ് കയറുകയായിരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ വാസും വേറും യൂസ് ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ വെർബ് ING ഫോമിലാണ് വെർബ് എന്ന് പറയുന്ന ക്ലൈം. അപ്പോൾ വാസ് ക്ലൈംബിങ്, വേർ ക്ലൈംബിങ്, ഒക്കെ ആണല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്, നീഡ്, കുഴക്കുക, പൊടി കുഴക്കുക, അതായത് നമ്മുടെ മാവ് കുഴക്കുക, നീഡ്. അതുപോലെ തന്നെ മരത്തിന്റെ മുകളില്, പിന്നെ മലയുടെ മുകളില്, അതുപോലെയുള്ള റിസ്ക് എടുത്ത് കയറുന്ന സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നതാണ് ക്ലൈം എന്നുള്ള വെർബ്. അതിൻ്റെ എല്ലാ ഫോമും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കുക. ഇതുമായി ബന്ധപ്പെട്ട സെൻറ്റൻസ് നമുക്ക് ഷോർട്സ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ താഴെ റിലേറ്റഡ് ആയിട്ട് കൊടുക്കും. അപ്പോൾ കാണാത്തവർ അങ്ങനെയും ഒന്ന് കാണുക. പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. നമ്മൾ വെർബ് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഓരോരോ സിറ്റുവേഷനിൽ ഓരോ വിധത്തിലാണ് നമ്മൾ വെർബ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ വെർബിൻ്റെ എല്ലാ ഫോമും നമ്മൾ പഠിച്ചിരിക്കേണ്ടത് മസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനലിൽ വെർബ് മാത്രമായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണ്, ഇതുപോലെയുള്ള വെർബുകൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ
വീഡിയോക്ക് ഒരു ലൈക്കും കൂടി കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻസ് ലെവലിൽ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഋഷീസ് പാലസിൽ നിന്ന് കയറിയിട്ട് കാണാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.